പോകുന്നൊരു തോന്നല് രാഹുലിനുണ്ടോ? പ്രയാസമില്ല. രാഹുൽ ഇന്ന് സഭയിലെത്തിയതിന് പ്രതിപക്ഷ കടുത്ത എതിർപ്പാണുള്ളത്. അതിനെന്താണ് പറയാനുള്ളത്? രാഹുൽ തുടർന്നും ഈ സഭയിലെത്തുമോ? രാഹുൽ ഏതെങ്കിലും കാലത്ത് പാർട്ടി അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും ശ്രമിച്ചിട്ടുള്ളൊരു കോൺഗ്രസിന്റെ പ്രവർത്തകനല്ല ഞാൻ. അപ്പം ഇപ്പോഴും സസ്പെൻഷനിലാണെന്ന് പറഞ്ഞാലും ഞാൻ പരിപൂർണമായി പാർട്ടിക്ക് വിധേയനായി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞല്ലോ, അന്വേഷണത്തെ പരിധിയിലിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിയമപരമായി ചോദ്യം ചെയ്യും. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്ന് നിയമസഭയിലെത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തുമോ എന്ന കാര്യത്തിൽ അഭ്യൂഹം നിലനിൽക്കുകയാണ്. സഭാ നടപടികൾ ആരംഭിച്ച് 20 മിനിറ്റ് പിന്നിട്ടപ്പോൾ രാഹുൽ നിയമസഭയിലെത്തിയത്. VD സതീശൻ അടക്കമുള്ള നേതാക്കളുടെ എതിർപ്പ് തള്ളിയായിരുന്നു രാഹുൽ നിയമസഭയിലെത്തിയത്. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ നേമ ഷജീറിനൊപ്പം സഭയിലെത്തിയ രാഹുൽ സഭാ നടപടികളിൽ പങ്കെടുക്കുകയും ചെയ്തു. LDF വിട്ടപ്പോൾ PV അൻവർ ഇരുന്ന സീറ്റാണ് രാഹുലിന്റെ ഇരിപ്പിടം. മാധ്യമങ്ങളെ കണ്ട രാഹുൽ പാർട്ടിയെ ധിക്കരിച്ചല്ല സഭയിലെത്തിയതെന്നും താനെന്നും പാർട്ടിക്ക് വിധേയനായിരിക്കുമെന്നും പ്രതികരിച്ചു. എന്നാൽ പുറത്തു വന്ന ശബ്ദരേഖ രാഹുൽ നിഷേധിച്ചില്ല. അന്വേഷണം നടക്കട്ടെ എന്നായിരുന്നു പ്രതികരണം. ഏതെങ്കിലും കാലത്ത് പാർട്ടി അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും ശ്രമിച്ചിട്ടുള്ളൊരു കോൺഗ്രസിന്റെ പ്രവർത്തകനല്ല ഞാൻ. അപ്പം ഇപ്പോഴും സസ്പെൻഷനിലാണെന്ന് പറഞ്ഞാലും ഞാൻ പരിപൂർണമായി പാർട്ടിക്ക് വിധേയനായി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ്. മറ്റൊരു വാർത്ത വന്നത്, ഞാൻ ഇന്ന് ഏതൊക്കെയോ നേതാക്കന്മാരെ കാണാൻ ശ്രമിച്ചു, അവരാരും കാണാൻ സമ്മതിച്ചില്ല. ആ വിഷയത്തിലും എനിക്ക് പറയാനായിട്ടുള്ളത്, ഒരു സസ്പെൻഷൻ കാലാവധിയിൽ ഉള്ള ഒരു പ്രവർത്തകൻ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടതെന്നുള്ളൊരു ബോധ്യം ഈ പാർട്ടിയുടെ നിരവധി കാലമായിട്ടുള്ളൊരു പ്രവർത്തന നിലയിൽ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു നേതാവിനെ കാണാൻ ശ്രമിച്ചിട്ടില്ല. കാരണം സസ്പെൻഷൻ പീരീഡിന് ചില മാനദണ്ഡങ്ങളുണ്ട്. നിയമസഭയ്ക്ക് സമീപം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനം SFI പ്രവർത്തകർ തടഞ്ഞു. പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേർന്നുണ്ട്. ഡാൻ, കോൺഗ്രസ് നേതാക്കളുടെയും UDF നേതാക്കളുടെയും അതോടൊപ്പം ഭരണപക്ഷത്തെ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെയും ഒക്കെ പ്രതിഷേധമുണ്ടാകുമെന്ന്, എതിർപ്പുണ്ടാകുമെന്ന് അറിയാമാന്നിട്ടും അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തുന്നു. നേരത്തെ K മുരളീധരൻ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ നിയമസഭയിലെത്തിയാൽ ഭരണപക്ഷത്തു നിന്ന് കോഴി കൂവുന്ന പോലുള്ള ശബ്ദം ഒരുപക്ഷെ കേൾക്കാമെന്ന്. അത്തരം ശബ്ദങ്ങൾ ഇന്ന് നിയമസഭയിൽ ഉണ്ടായോ? നിയമസഭയിൽ നിന്നും എന്തായിരുന്നു സംഭവിച്ചത്? നിയമസഭ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ന് അനുശോചന പ്രമേയം പാസ്സാക്കുന്നതിന് വേണ്ടിയാണ് ചേർന്നത്. അങ്ങനെ ഒരു ദിവസം ഒരു ഉത്തരവാദിത്തപ്പെട്ട നിയമസഭാ സാമാജികരുടെ ഭാഗത്തു നിന്നും സഭാ നടപടികൾക്കോ അല്ലെങ്കിൽ സഭാ നിയമങ്ങൾക്കോ വിരുദ്ധമായൊരു പ്രവർത്തനം ഉണ്ടാകില്ല. ആ ഉറപ്പ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ആത്മവിശ്വാസം പകർന്നതും. അതുകൊണ്ട് തന്നെയാണ് രാവിലെ 9:20 മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവരെ അനുസ്മരിച്ച് സംസാരിച്ച് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് അപ്രതീക്ഷിതമായി വരുന്ന സാഹചര്യം ഉണ്ടായതും അതിനുശേഷം സഭാ നടപടികൾ ഏറെക്കുറെ പൂർത്തിയാകുന്നതുവരെ രാഹുൽ സഭയിലുണ്ടായിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള പ്രതിഷേധങ്ങളോ മറ്റ് അസ്വാഭാവികമായ ഒരു പെരുമാറ്റങ്ങളോ ഒരു സാമാജികരുടെ ഭാഗത്തു നിന്നും രാഹുലിനോട് ഉണ്ടായില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ സഭയ്ക്ക് പുറത്ത് അതായിരുന്നില്ല സ്ഥിതി. ഇടത് യുവജന സംഘടനകളുടെ നേതൃത്വത്തിലടക്കം SFI ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിനെ വഴിയിൽ തടഞ്ഞ് പ്രതിഷേധിക്കുന്ന സാഹചര്യമാണ് ബേക്കർ ജംഗ്ഷന് സമീപത്ത് വെച്ച് ഉണ്ടായത്. സമാനമായ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിലും പുറത്ത് ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. തീർച്ചയായും ഡാൻ, ഇവിടെ പാലക്കാട് കാലുകുത്തിയാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രതിഷേധമുണ്ടാകുമെന്ന് BJPയും
അതോടൊപ്പം ഇടതുപക്ഷവും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം ശക്തമായി തുടരണമെന്ന് ഡിവൈഎഫ്ഐക്കൊക്കെ പാർട്ടി നേതൃത്വം നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് ഈ വരും ദിവസങ്ങളിൽ സമ്മേളനങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുകയോ ചെയ്താൽ ഇന്നത്തെ സാഹചര്യമായിരിക്കില്ലല്ലോ ഉണ്ടാവുക. എന്താണ് ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ തീരുമാനങ്ങൾ? എന്താണ് തീരുമാനം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ സൂചനകളൊന്നും ഒരു യുവജന സംഘടനകൾ നൽകിയിട്ടില്ല. പക്ഷേ തെരുവിൽ പ്രതിഷേധങ്ങൾ അലയടിക്കും. നിയമസഭയിലേക്ക് വരുമ്പോഴും പോകുമ്പോഴുമൊക്കെ സമാനമായ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ MLA ഹോസ്റ്റലിന് മുമ്പിലും അതോടൊപ്പം നിയമസഭാ കവാടത്തിന് മുമ്പിലുമൊക്കെ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. എന്തായാലും അങ്ങനെ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് രാഹുലിൻ്റെ വാഹനത്തിന് പോലീസ് കൃത്യമായ സുരക്ഷ ഒരുക്കുന്നുണ്ട്. മാത്രമല്ല രാഹുലിൻ്റെ വാഹനം പോകുന്ന വഴികൾ സംബന്ധിച്ച് കൃത്യമായി സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അതത് പോലീസ് സ്റ്റേഷനുകളുമായി അടക്കം വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ പുറത്ത് പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മറ്റ് യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത മുമ്പിലുണ്ട്. പാലക്കാടേക്ക് എത്തിയാലും അതുതന്നെയായിരിക്കും സ്ഥിതി എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. തീർച്ചയായും അതോടൊപ്പം നമ്മൾ പൊതുവെ കരുതിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ യൂത്ത് കോൺഗ്രസിലൊക്കെ ഒറ്റപ്പെട്ടു. പക്ഷേ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം ഇന്ന് നിയമസഭയിലെത്തിയപ്പോൾ ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള നടപടികൾക്ക് സാധ്യതയുണ്ടോ? ഈ ജില്ലാ പ്രസിഡന്റിനെതിരെ നടപടിക്ക് സാധ്യതയുണ്ടോ? അതോടൊപ്പം അറിയേണ്ടതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ UDF നേതാക്കളുടെയൊക്കെ ഒരു സമീപനം എന്തായിരുന്നു? UDF നേതാക്കളാരും രാഹുലിനോട് അവിടെ വെച്ച് സംസാരിക്കുന്നതോ എന്തെങ്കിലും പ്രതികരണങ്ങൾ നടത്തുന്നതോ കണ്ടിട്ടില്ല. അതിനുശേഷം അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തമായ ഒരു ചിത്രം ലഭിച്ചിട്ടുമില്ല. പക്ഷേ സഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ എത്തിയ നടപടിയിൽ വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. KPC നേതൃത്വത്തെ അടക്കം അവർ അക്കാര്യം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം സംഘടന സസ്പെൻഡ് ചെയ്ത ഒരാളുടെ കൂടെ വീണ്ടും അങ്ങനെ ഒരു പരിപാടിക്ക് ഔദ്യോഗിക ചുമതലയുള്ള ഒരു ജില്ലാ അധ്യക്ഷൻ പങ്കെടുത്തത് അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് പിന്തുണ അറിയിക്കുന്നതിന് തുല്യമാണെന്നും അത് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നും യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അടക്കം കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അടക്കം ഒരു വിഭാഗം നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ളൊരു നടപടി ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ തള്ളിക്കളയാനാവില്ല എന്നതാണ് സാഹചര്യം. തീർച്ചയായും അതോടൊപ്പം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ ആ ശബ്ദരേഖയെക്കുറിച്ച് അത് നിഷേധിച്ചില്ല. അത് തൻ്റെ ആണോ എന്ന കാര്യത്തിലൊന്നും ഒരു നിഷേധമായിട്ടുള്ള മറുപടി ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തും ഉണ്ടായില്ല. മാത്രമല്ല കേസ് അന്വേഷിക്കട്ടെ എന്ന രീതിയിലുള്ള പ്രതികരണമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിൻ്റെ നിലവിലുള്ള അന്വേഷണം എന്താണ്? മാത്രമല്ല ഈ ഗർഭചിത്രം നടത്തിയെന്ന് പറയുന്ന യുവതികളുടെ അവർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയോ മറ്റോ നൽകിയിട്ടില്ല ഇതുവരെയും. പക്ഷെ അങ്ങനെയെങ്കിൽ ഇനി ആ കേസ് അന്വേഷണം ഏത് തലങ്ങളിലേക്കായിരിക്കും നീങ്ങുക? അത് സംബന്ധിച്ച വ്യക്തമായ ഒരു ധാരണ നമുക്കില്ല. പക്ഷെ നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ മൊഴി നൽകിയിരിക്കുന്നത് കൊച്ചി സ്വദേശിനിയായ യുവ നടിയാണ്. അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടിയിട്ടുണ്ട്. ആ നിയമോപദേശം കൂടി ലഭിച്ചതിന് ശേഷം അവരെ പരാതിക്കാരിയോ സാക്ഷിയോ ആക്കി മാറ്റിക്കൊണ്ട് നേരിട്ടൊരു കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം ഗർഭചിത്ര വിവാദവുമായി ബന്ധപ്പെട്ട് ശബ്ദരേഖ പുറത്തു വന്ന യുവതിയെ അടക്കം കൃത്യമായി അന്വേഷണ സംഘം മൊഴിയെടുക്കുന്നതിനായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. പക്ഷേ ഇതുവരെ അവരുടെ ഭാഗത്തു നിന്ന് അനുകൂലമായൊരു മറുപടി ഉണ്ടായിട്ടില്ല. പക്ഷേ അത് ഇനി അങ്ങ് ഉണ്ടായിക്കൂടാ എന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരെ സാവധാനം മാത്രം തുടർ നടപടികൾ മതി. അല്ലെങ്കിൽ ഒരു പിഴവ് സംഭവിച്ചാൽ അതിന് രാഷ്ട്രീയമായ വലിയ പ്രതിഷേധങ്ങൾക്ക് വരെ കാരണമായി തീരും. ഒരു പൊളിറ്റിക്കലി സെൻസിറ്റീവായ ഇഷ്യൂ ആയതിനാൽ വളരെ അവധാനത്തോടെ മാത്രം ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളിലേക്ക് കടന്നാൽ മതി എന്നൊരു വിലയിരുത്തലാണ് പ്രത്യേക അന്വേഷണ സംഘമുള്ളത്. അതോടൊപ്പം ഈ അന്വേഷണത്തെ മിസ്ലീഡ് ചെയ്യാനുള്ള ബോധപൂർവമായ നീക്കം ചില കേന്ദ്രങ്ങളിൽ നിന്ന് നടക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു നീക്കം നടത്തുന്നത് ആരാണ് എന്ന് കണ്ടെത്താനുള്ള പരിശോധന കൂടി വ്യാപകമാക്കിയിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘം.
തീർച്ചയായും ഡാൻ, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിലെത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ ഒരു ആത്മവിശ്വാസം പോലും ഇതായിരിക്കും, ആരും തനിക്കെതിരെ പരാതി നൽകിയില്ല എന്നത്. കൊച്ചി സ്വദേശിനിയായിട്ടുള്ള യുവതി മൊഴി നൽകിയെങ്കിൽ പോലും ഒരു ഇരകളും അല്ലെങ്കിൽ ഒരു യുവതികളും ഇതുവരെയും പരാതി നൽകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഇനി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് എത്രത്തോളം വെല്ലുവിളിയാണ്? അത് അന്വേഷണ സംഘം തന്നെയാണ് അതിൽ വ്യക്തമായ ഒരു സ്ഥിരീകരണം വരുത്തേണ്ടത്. അവിടെ ഈ ലഭിക്കുന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിൽ തുടർ നടപടികൾ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഏത് തരത്തിലാവണം അന്വേഷണം മുമ്പോട്ട് നയിക്കേണ്ടത് എന്ന കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് മേധാവി ADGP H. വെങ്കടേഷ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കൂടിയാലോചന നടത്തിയതിനു ശേഷമായിരിക്കും അന്വേഷണത്തിന്റെ തുടർഗതി എങ്ങനെ വേണമെന്ന കാര്യത്തിൽ അന്തിമമായ ഒരു ചിത്രം തെളിയുക. എന്തായാലും നിയമോപദേശം ലഭിക്കാനായി കാത്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം. അത് ലഭിച്ചതിന് ശേഷം ഇതിനോടകം മൊഴി നൽകിയിരിക്കുന്ന യുവനടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവരെ നേരിട്ട് പരാതിക്കാരിയോ സാക്ഷിയോ ആക്കിക്കൊണ്ട് ഈ കേസിന്റെ തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉരുത്തിരിയുന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലൈംഗിക അതിക്രമ കേസിൽ മുൻ മന്ത്രി നീൽ ലോഹിതദാസ് നാടാരെ ഹൈക്കോടതി വെറുതെ വിട്ടു. വനംവകുപ്പ് മുൻ ചീഫ് കൺസർവേറ്റർ പ്രകൃതി ശ്രീവാസ്തവയുടെ പരാതിയിലെടുത്ത കേസിലാണ് നടപടി. കേസിൽ നീൽ ലോഹിതദാസ് നാടാരെ വിചാരണ കോടതി 1 വർഷം ശിക്ഷിച്ചിരുന്നു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, ഇത് മുൻമന്ത്രി നീൽ ലോഹിതദാസ് നാടാരെ സംബന്ധിച്ചും ഇടതുപക്ഷത്തെ സംബന്ധിച്ചും ആശ്വാസകരമായിട്ടുള്ളൊരു വിധിയാണ്. പ്രത്യേകിച്ചും രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഈ സമീപ ദിവസങ്ങളിൽ നിരവധി ലൈംഗിക ആരോപണ കേസുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം ഈ ഒരു കാലയളവിൽ പോലും ചർച്ച ചെയ്ത വിഷയമാണ് നീൽ ലോഹിതദാസ് നാടാർക്കെതിരായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾ. അതിലൊരു കേസിൽ ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. എന്താണ് ഇന്ന് കോടതിയിൽ സംഭവിച്ചത്? ഇത് 1999 സെപ്റ്റംബർ 27 നടന്ന സംഭവമാണ്. അന്നത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥയായിരുന്ന പ്രകൃതി ശ്രീവാസ്തവ അവരുടെ പരാതിയിന്മേലാണ്, അതായത് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലേക്ക് വിളിച്ച് ഒഫീഷ്യൽ കാര്യങ്ങൾ സംസാരിക്കാനെന്ന വ്യാജേന തന്നെ ലൈംഗികമായി ആക്രമണം നടത്തി എന്നുള്ളതാണ് പ്രകൃതി ശ്രീവാസ്തവയുടെ പരാതി. അതിന്റെ അടിസ്ഥാനത്തിൽ 2000-ലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉള്ള പരാതിയുമായി ബന്ധപ്പെട്ടുള്ള കേസ് നടക്കുന്നത്. അതേ തുടർന്ന് ഈ നീല ലോഹിതദാസ് നാടാരെ ലഘു തടവിന് 1 വർഷത്തെ ലഘു തടവിന് കോടതി വിധിക്കേണ്ടത്. കോഴിക്കോട് കോടതിയായിരുന്നു ഈ വിധി പ്രഖ്യാപിച്ചത്. അതിനുശേഷം ഈ നീല ലോഹിതദാസ് നാടാർ തന്നെ നടത്തിയ അപ്പീൽ ഹർജിയുമായി ബന്ധപ്പെട്ട് അപ്പീൽ കോടതി അത് 3 മാസമായി ചുരുക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജ് കൗസർ എടപ്പകത്തിന്റെ വിധിയാണ് നീല ലോഹിതദാസ് നാടാരെ വെറുതെ വിടുന്ന വിധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് ടോം സൂചിപ്പിച്ചതുപോലെ നീല ലോഹിതദാസ് നാടാർക്കും ഇടതുപക്ഷത്തിനും ആശ്വാസകരമായ വിധി തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്, സംസ്ഥാനത്തെ ആദ്യത്തെ, അതായത് സംസ്ഥാനം രാജ്യത്ത് നിരവധി ഇത്തരം അഴിമതി കേസുകളും ലൈംഗിക അതിക്രമ കേസുകളും നടക്കുമ്പോഴും ആദ്യമായാണ് ഒരു സംസ്ഥാനം ഒരു മന്ത്രിയെ ഇതുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ആ ശിക്ഷയ്ക്ക് ശേഷം നീല ലോഹിതദാസ് നാടാരുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്തത് ആദ്യമായി കേരളത്തിന് ആ ഒരു കേസുമായി ബന്ധപ്പെട്ട ഇങ്ങനെ ഒരു ബഹുമാന പുരസ്സരമുള്ള ഒരു ഇത് കൂടി ചാർത്തി കിട്ടുന്നു എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ വ്യക്തമാക്കേണ്ടത്. കാരണം പ്രത്യേകിച്ചും ഒരു സംസ്ഥാനം ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ നേതാവിനെ, ഒരു മന്ത്രിയെ അങ്ങനെ ശിക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ കോടതി വീണ്ടും അതിൽ ഇടപെട്ടിരിക്കുകയാണ്. കോടതി ഇടപെട്ടിരിക്കുന്നതും അദ്ദേഹത്തെ വെറുതെ വിടുന്ന തീരുമാനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഇതോടൊപ്പം ഈ പ്രകൃതി ശ്രീവാസ്തവയ്ക്ക് എതിരായിട്ടുള്ള ലൈംഗിക അതിക്രമത്തിനൊപ്പം നളിനി നെറ്റയ്ക്കെതിരായിട്ടുള്ള അതിക്രമവും ആ കേസിലും നീൽ ലോഹിതദാസ് നാടാരെ വലിയ രീതിയിൽ പ്രതിക്കൂട്ടിലാക്കിയതാണ്, വലിയ ആക്ഷേപം നേരിട്ടതാണ്. ആ കേസിൻ്റെ നടപടികൾ എങ്ങനെയാണിപ്പോൾ? ഇത്
പ്രകൃതി ശ്രീവാസ്തവയുടെ കേസായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് നളിനി നെറ്റോയെ അദ്ദേഹത്തിന്റെ ചേംബറിലേക്ക് വിളിച്ച് ലൈംഗികമായി അധിക്ഷേപിച്ചു, അതിക്രമം നടത്തി എന്നുള്ള പരാതി ഉണ്ടായത്. അതും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിന് ശേഷമാണ് നീലലോഹിതദാസ് നാടാരെ പ്രതിക്കൂട്ടിലേക്ക് ശിക്ഷിക്കുന്ന ഒരു ഭാഗമുണ്ടായി. എന്നാൽ പോലും ഈ വനം വകുപ്പിന്റെ ഇടപെടൽ മൂലമാണ് പ്രകൃതി ശ്രീവാസ്തവയുടെ വനംവകുപ്പ് മുൻ ചീഫ് കൺസർവേറ്ററാണ്, അവരുടെ ഒരു കേസ് ഉണ്ടാകുന്നത് വനംവകുപ്പിന്റെ അല്ലെങ്കിൽ വനംവകുപ്പ് ഇടപെടലാണ്, വനമാഫിയയുടെ ഇടപെടലാണ് എന്ന് നീലലോഹിതദാസ് നാടാർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വേർഷൻ അതായിരുന്നു. അത് മാത്രമല്ല, നേരത്തെ മലപ്പുറവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മരം മുറി കൊള്ളയുമായി ബന്ധപ്പെട്ട പരാതിയിന്മേലാണ് വനംവകുപ്പ് ഇത്തരത്തിലൊരു നീക്കം മന്ത്രിക്കെതിരെ, അന്നത്തെ മന്ത്രിയായിരുന്ന നീലലോഹിതദാസ് നാടാർക്കെതിരെ നടത്തുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. പക്ഷേ ഈ പ്രകൃതി ശ്രീവാസ്തവയുടെ കേസ് ആ തരത്തിലേക്ക്, അതായത് ഇടതുപക്ഷത്തിന്റെ ഒരു ഗൂഢാലോചനയാണ് എന്നുള്ള തരത്തിലുള്ള ലേഖനങ്ങളും അത് അങ്ങനെ ആയിരുന്നില്ല, താൻ അത്തരത്തിലുള്ള ലേഖനം വായിച്ചിരുന്നില്ല എന്നുള്ള മറുപടിയും അടുത്ത് നീലലോഹിതദാസ് നാടാർ ഈ അടുത്ത സമയത്ത് തന്നെ നടത്തിയിട്ടുണ്ട്. എന്നാൽ പോലും നളിനി നെറ്റോയുടെ കേസാണ് കേരളം ഏറ്റവും കൂടുതൽ നീലലോഹിതദാസ് നാടാരെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാണ്ടാക്കുന്ന ഒരു തരത്തിലേക്ക് നീങ്ങിയത് എന്ന് വേണം പറയാൻ. എന്നിരുന്നാലും ഇപ്പോഴും, അതായത് 1999 ഫെബ്രുവരി 27 ഈ ഇതുമായി ബന്ധപ്പെട്ട സംഭവം നടക്കുന്നത്. അതിനുശേഷം 2000 ഇതുമായി ബന്ധപ്പെട്ട കേസ് മുന്നോട്ട് പോകുന്നത്. തുടർന്നാണ് കോഴിക്കോട് കോടതി 1 വർഷത്തേക്ക് നീലലോഹിതദാസ് നാടാരെ ശിക്ഷിക്കുന്നത്, തടവ് ശിക്ഷ, അതായത് ലഘു തടവിന് വിധിക്കുന്നത്. അങ്ങനെയാണ്. അതിനുശേഷം നടത്തിയ അപ്പീൽ കോടതിയുടെ ഇടപെടലാണ് നീലലോഹിതദാസ് നാടാർക്ക് 3 മാസമായി ആ ശിക്ഷാവിധി കുറച്ചു കൊടുക്കുന്നതും. പിന്നീട് ഹൈക്കോടതിയിൽ നടത്തിയ ആജ്ഞ അദ്ദേഹം അന്ന് സൂചിപ്പിച്ചത്, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ വനം മാഫിയായിരുന്നു, അതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നൊക്കെ അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന ശരിവെക്കുന്നതല്ലേ ഇപ്പോഴത്തെ ഈ കോടതി വിധി? അതിനെ അങ്ങനെ വേണം ടോം ചേർത്ത് വായിക്കാൻ. പ്രത്യേകിച്ചും ഈ കലാകൗമുദിയുടെ അന്നത്തെ എഡിറ്ററോട് മുഖ്യമന്ത്രി E.K. നായരുടെ, അക്കാലത്തെ മുഖ്യമന്ത്രി E.K. നായനാരുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് എന്നുള്ള വെളിപ്പെടുത്തലുമായിട്ടാണ് കലാകൗമുദിയിൽ ആ ലേഖനം വരുന്നത്. അതായത് നീലലോഹിതദാസ് നാടാരെ കൊടുക്കാൻ വേണ്ടി ഇത്തരത്തിൽ വനം വകുപ്പ് ഒത്തുകളിച്ചു. അതായത് മലപ്പുറത്ത് CPM-ന് വേണ്ടപ്പെട്ട ഒരു ഇയാളെ, അതായത് മുതലാളിയെ സഹായിക്കാൻ വേണ്ടി, വ്യവസായിയെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കള്ളക്കളി നടത്തിയത്. വനവകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഈ കള്ളക്കളി നടത്തിയത്. അങ്ങനെയാണ് അന്നത്തെ ചീഫ് കൺസർവേറ്റീവ് ഓഫീസറായിരുന്ന പ്രകൃതി ശ്രീവാസ്തവ ഇതുമായി ബന്ധപ്പെട്ട പരാതിയുമായി രംഗത്ത് വരുന്നത്. അത് E.K. നായനാറിനോട് ഈ കാര്യം വ്യക്തമാക്കി. E.K. നായനാർ വനവകുപ്പിനെതിരെ പരാതി എടുക്കണ്ട, ആ കേസ് തള്ളണമെന്ന് അന്നത്തെ വനമന്ത്രി ആയിരുന്നു നീലലോഹിതദാസ് നാടാർ. അദ്ദേഹത്തിനെതിരെ ആ വനം വകുപ്പ് പരാതി എടുക്കണ്ട, വനമന്ത്രി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് അന്നത്തെ മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയും തുടർന്ന് താൻ അത് തള്ളിക്കളയുകയും ചെയ്തിരുന്നു. അത് അന്നത്തെ പാർട്ടി സെക്രട്ടറിയായിരുന്ന V.S. അച്യുതാനന്ദനോടും സംസാരിച്ചിരുന്നതാണ്. അതിൽ അഴിമതി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറണ്ട എന്ന് V.S. അച്യുതാനന്ദൻ സൂചിപ്പിച്ചിരുന്നതുമായിരുന്നു എന്ന് ഈ നീലലോഹിതദാസ് നാടാർ പറഞ്ഞിരുന്നത്. അതായത് നീലലോഹിതദാസ് നാടാറിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നതായിട്ടാണ് കലാകൗമുദി ലേഖനം. പക്ഷെ അത് പാടെ നീലലോഹിതദാസ് നാടാർ നിഷേധിച്ചിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട 2 ദിവസം മുമ്പാണ് അതുമായി ബന്ധപ്പെട്ട ഈ കലാകൗമുദിയിലെ ലേഖനം വരിക. അതിനുള്ള പ്രതികരണം അദ്ദേഹത്തിന് എങ്ങനെയായിരുന്നു? പാർട്ടി ഒരു തരത്തിലും ഇടപെട്ടതായിട്ട് തനിക്കറിയില്ല, അത്തരത്തിൽ ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് എനിക്കറിയില്ല. CPM ഇതിൽ ഇടപെട്ടിട്ടില്ല എന്ന് തന്നെയാണ് തന്റെ വിശ്വാസം. പക്ഷേ വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കള്ളക്കളികൾ കളിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നീലലോഹിതദാസ് നാടാർ വ്യക്തമാക്കുന്നത്. വനം വകുപ്പിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് തനിക്ക് മന്ത്രിസ്ഥാനം പോകുന്നതും അതല്ലെങ്കിൽ തുടർന്ന് തന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നതും വിധി ഉണ്ടാകുന്നതും ശിക്ഷാവിധികൾ ഉണ്ടാകുന്നതും ഒക്കെ അങ്ങനെയാണ്. അതല്ലാതെ താൻ തെറ്റ് ചെയ്തിട്ടല്ല. അതല്ലെങ്കിൽ ഈ പ്രത്യേകിച്ചും പ്രകൃതി ശ്രീവാസ്തവ നൽകിയിരിക്കുന്ന അന്നത്തെ ചീഫ് കൺസർവേറ്റീവ് ഓഫീസറാണ് വനം വകുപ്പിന്റെ, അവർ നൽകിയിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ വനംവകുപ്പിന്റെ ഒരു പിന്തുണയോട് കൂടിയാണ് അവർ ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്നത്. അവരുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പരാതി ഉന്നയിക്കപ്പെട്ടതെന്ന് തന്നെയാണ് നീലലോഹിതദാസ് നാടാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ കോടതി ഇങ്ങനൊരു വിധി, അതായത് അദ്ദേഹത്തെ വെറുതെ വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഇത്തരം ഗൂഢാലോചനകളും അതല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങളും ഒക്കെ ഒരുപക്ഷെ കോടതി പരിഗണിച്ചേക്കാം എന്ന് വേണം കണക്കിലെടുക്കാൻ.
യെസ്, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞാ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഏറെ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു, ആരോപണമായിരുന്നു അത്. ആ കേസിലാണ് നീലോത്സ് എന്ന നടനെ ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. പത്തനംതിട്ട കോയിപ്പുറം ഹണി ട്രാപ്പ് കേസിൽ കൂടുതൽ ഇരകളുണ്ടെന്ന സംശയത്തിൽ പോലീസ്. മുഖ്യപ്രതി ജയേഷിന്റെ ഫോണിലെ ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചായിരിക്കും കൂടുതൽ നടപടികൾ ഉണ്ടാവുക. ഭാര്യ രശ്മിയുടെ ഫോണിൽ നിന്നും യുവാക്കളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. പ്രതികളെ നാളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഈ കൂടുതൽ ഇരകൾ ഈ ഹണി ട്രാപ്പ് കേസിൽ ഉണ്ടെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അതിൻ്റെ എന്തെങ്കിലും വ്യക്തമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടോ? ടോം, ഇത് ആദ്യ ഘട്ടത്തിൽ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞെങ്കിൽ പോലും പിന്നീട് ഇത് ആഭിചാരക്രിയ, ഒപ്പം പിന്നെ അവിഹിതം, അങ്ങനെ ഒട്ടനവധി രീതിയിലേക്ക് ഈ സംഭവം മാറുകയാണ്. എന്തായാലും ഈ ഹണി ട്രാപ്പിൽ പെടുത്തിയാണ് 2 യുവാക്കളെ ആദ്യഘട്ടത്തിൽ ഈ വീട്ടിലെത്തിക്കുകയും അവരെ ക്രൂരമായി മർദ്ദിക്കുകയും ജനനേന്ദ്രിയത്തിൽ ചാപ്പിളടിക്കുകയൊക്കെ ചെയ്തത്. എന്തായാലും ഈ യുവാക്കൾ പിന്നീട് പരാതി കൊടുത്തതിന് ശേഷമാണ് ഈ പ്രതികളായ മാരാമൺ സ്വദേശികളായ ജയേഷിനെയും രശ്മിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്നലെ ആ വീട്ടിലെത്തിച്ച് ഇവരെ തെളിവെടുക്കുകയും ചെയ്തു. പക്ഷേ ഇതിനപ്പുറം ഇവരുടെ മൊബൈൽ ഫോണുകൾ പോലീസ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട്. ആ മൊബൈൽ ഫോണിൽ ഉള്ള ദൃശ്യങ്ങൾ, രശ്മിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് 5 വീഡിയോ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിൽ ഈ യുവാക്കളെ ക്രൂരമായി മർദ്ദിക്കുന്ന എല്ലാ ചിത്രങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതേസമയം ജയേഷിന്റെ മൊബൈലിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ പോലീസ് കഴിച്ചിട്ടില്ല. അത് രഹസ്യ ഫോൾഡറിൽ അദ്ദേഹം സൂക്ഷിച്ചിരിക്കുന്നു. അത് പാസ്വേഡ് പറയാത്തൊരു സാഹചര്യമുണ്ട്. അത് പലതവണ മൊഴി മാറ്റി പറയുന്ന സാഹചര്യമുണ്ട്. ഒരു നിസ്സഹകരണം ജയേഷിൽ നിന്നുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ അത് വീണ്ടെടുത്തെങ്കിൽ മാത്രമേ കൂടുതൽ പേർ ഇതിനകത്ത് ഇവരുടെ ഇത്തരമുള്ള ഈ ഹണി ട്രാപ്പിൽ എന്തെങ്കിലും തരത്തിൽ വേറെ ആൾക്കാർ പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസിന് കണ്ടെത്താൻ കഴിയും. പക്ഷെ അത്തരം ഒരു സാഹചര്യം ഉണ്ടെന്നുള്ള നിഗമനത്തിൽ പോലീസ് എത്തിയിരിക്കുകയാണ്. എന്തായാലും അത് കൂടി ഈ വിഷ്വൽ പരിശോധിച്ച മൊബൈലിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമായിരിക്കും ആ നടപടിയിലേക്ക് കടക്കുക. എന്തായാലും വലിയ ക്രൂരമായ പീഡനമാണ് ഈ 2 യുവാക്കളും നേരിടേണ്ടി വന്നത്. ആദ്യഘട്ടത്തിൽ ഈ ജയേഷിന്റെ സുഹൃത്തുക്കളാണ് ഈ 2 പേരും ആലപ്പുഴ സ്വദേശിയും റാന്നി സ്വദേശിയും. പിന്നെ ജയേഷ് തിരുവോണ ദിവസമാണ് റാന്നി സ്വദേശിയായ യുവാനെ വീട്ടിൽ വിളിച്ചു വരുത്തുന്നത്. അന്നാണ് ഈ ക്രൂരമായ മർദ്ദനം റാന്നി സ്വദേശിക്ക് ഏൽക്കേണ്ടി വരുന്നത്. വലിയ പീഡനമാണ് രശ്മിയും ജയേഷും ഈ യുവാവിനെ വലിയ കെട്ടിത്തൂക്കിയിട്ടൊക്കെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തത്. പക്ഷേ അത് പിന്നീട് പറയാതിരുന്നത് എന്ന് പറയുന്ന കാരണം ഈ ഒരുപക്ഷെ മാനക്കേട് ഓർത്താണ് ഇവർ പറയാതിരുന്നത്. പക്ഷെ പോലീസ് പിന്നീട് ആശുപത്രിയിലുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ചാണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും റാന്നി സ്വദേശി മൊഴി മാറ്റി പറയുകയൊക്കെ ചെയ്തു. ഇവരുടെ ഭീഷണിയെ തുടർന്ന് മൊഴി മാറ്റി പറയുകയൊക്കെ ചെയ്തു. പക്ഷെ അതിനുശേഷം പോലീസ് നടത്തിയ ഒരു അന്വേഷണത്തിന്റെ ഫലമായിട്ടാണ് ഈ 2 പ്രതികളെ ഈ ജയേഷിനെയും രശ്മിയെയും പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. പക്ഷെ ഇതുപോലെ തന്ത്രപരമായ എന്തെങ്കിലും കാര്യങ്ങൾ ഇവരെ ഈ ചിത്രങ്ങൾ പകർത്തിയതിനകത്ത് ഇതേപോലെ സമാനമായ രീതിയിൽ ഇത്തരത്തിൽ വീട്ടിൽ ആളുകളെ കൊണ്ടുവന്ന് യുവാക്കളെ കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തി പണവും അതുപോലെ തന്നെ മൊബൈൽ അത്തരമുള്ള കാര്യങ്ങൾ തട്ടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഈ ജയേഷിന്റെ ഫോണിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി കിട്ടിയതിനു ശേഷം അത് കൂടുതൽ മനസ്സിലാക്കുക. 2 പേരുടെ പരാതി കൂടി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവർ ഇതുവരെ പോലീസിന് വന്ന് മൊഴി നൽകാൻ തയ്യാറായിട്ടില്ല. പക്ഷെ അത്തരം കാര്യങ്ങൾ കൂടി ജയേഷിന്റെ മൊബൈൽ ഫോണിലെ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും അത് കണ്ടെത്താൻ കഴിയുക. അതിനുള്ള നീക്കത്തിലാണ് പോലീസ്. എന്തായാലും അവരെ ഇപ്പോൾ റിമാൻഡിലാണ്. അവരെ കസ്റ്റഡി അപേക്ഷ നാളെ നൽകും. അതിനുശേഷം കൂടുതൽ വിശദീകരണമായ ചോദ്യം ചെയ്യലുണ്ടാവും. പിന്നീടായിരിക്കും മറ്റു നടപടിയിലേക്ക് പോലീസ് പോകും. തീർച്ചയായും ശശിനാരായണൻ, ഈ കേസിൽ കൂടുതൽ ഇരകളുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ, കൂടുതൽ പ്രതികളുണ്ടോ? കാരണം നിലവിൽ ജയേഷും ഭാര്യ രശ്മിക്കുമെതിരെയാണ് തെളിവുകളുള്ളത്. പക്ഷെ അങ്ങനെ പുറത്തു നിന്നുള്ള ആരുടെയും സഹായമില്ലാതെ ഇങ്ങനെ യുവാക്കളെ ഈ രീതിയിൽ ക്രൂരമായി മർദ്ദിക്കുക, അവരെ വേട്ടയാടുക, ഭീഷണിപ്പെടുത്തുക, ജയേഷിൻ്റെ സുഹൃത്തുക്കൾക്കോ മറ്റോ ഈ കേസിൽ ബന്ധമുണ്ടോ? പോലീസ് ഇക്കാര്യം അതാണ് വിശദമായി അന്വേഷിക്കുക. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങളൊന്നും ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. പക്ഷേ മറ്റു സഹായങ്ങൾ വല്ലതും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തും. അത് ഈ ജയേഷിന്റെ മൊബൈലിലുള്ള രേഖകൾ അത് പൂർണ്ണമായും വീണ്ടെടുത്തെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിലേക്ക് പോലീസിന് എത്താൻ കഴിയുള്ളൂ. എന്തായാലും ഇവർ താമസിക്കുന്ന വീട്ടിൽ വെച്ച് ഈ ക്രൂരമായ മർദ്ദനത്തിന് ഇവർ ഇരയാവുമ്പോൾ തൊട്ടടുത്തുള്ള വീട്ടുകാർ പോലും അറിഞ്ഞില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ ഏറെ എടുത്തു പറയേണ്ട കാര്യം. ക്രൂരമായ മർദ്ദനത്തിനും പീഡനത്തിനുമാണ് ഈ 2 യുവാക്കളും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അനുഭവിക്കേണ്ടി വന്നത്. 1-ാം തീയതിയാണ് ആലപ്പുഴ സ്വദേശിയായ 19-കാരനെ വീട്ടിലെത്തിക്കുന്നത്. ആ യുവാവിനെയും മർദ്ദിച്ചതിന് ശേഷം ക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷമാണ് 5-ാം തീയതി തിരുവോണ ദിവസം
റാന്നി സ്വദേശിയെ വീട്ടിലെത്തിച്ച് മരാമുള്ള വീട്ടിലെത്തിച്ചതിനു ശേഷം ക്രൂരമായി ഇരുവരും മർദ്ദിക്കുകയും ഈ ദൃശ്യങ്ങൾ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ അത് മൊബൈലിൽ പകർത്തുകയും ചെയ്തു. എന്തായാലും ഈ രശ്മിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് കിട്ടിയിട്ടുള്ള ദൃശ്യങ്ങളിൽ ഇവരെ മർദ്ദിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതേസമയം ജയേഷിന്റെ മൊബൈൽ ഫോണിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ ഇനി കൂടുതൽ ലഭിക്കാനുള്ളത്. അത് ഈ രഹസ്യ പാസ്വേഡ് ഇട്ടാണ് ഫോൾഡറിൽ സൂക്ഷിച്ചിട്ടുള്ളതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അത് സൈബർ സെല്ലിന്റെ സഹായത്തോടെ വീണ്ടെടുത്തെങ്കിൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് ഏതെങ്കിലും തെളിവുകൾ പോലീസിന് ലഭിക്കാനുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കുന്നത്. എന്തായാലും വിശദമായ ഒരു അന്വേഷണം ആവശ്യമാണ്, ശാസ്ത്രീയമായ പരിശോധന ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഈ കേസിലേക്ക് ഒരു കൃത്യമായ നിഗമനത്തിൽ എത്താൻ കഴിയൂ. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ആലപ്പുഴ സ്വദേശിയും റാന്നി സ്വദേശിയും തീർച്ചയായും അതോടൊപ്പം ഈ പ്രതികളുടെ ഒരു പശ്ചാത്തലം എന്താണ്? ഏതെങ്കിലും രീതിയിലുള്ള മാനസിക വൈകൃതമുള്ള വ്യക്തികളാണ്? കാരണം ഇങ്ങനെ രണ്ട് യുവാക്കളെ ഇത്രയധികം വൈകൃതമായി അവരോട് പെരുമാറുക, ക്രൂരമായി ആക്രമിക്കുക, ഏതെങ്കിലും രീതിയിലുള്ള മാനസിക വൈകൃതമുള്ള വ്യക്തിയാണോ എന്ന് പരിശോധിക്കേണ്ടത്. അതോടൊപ്പം ആഭിചാര ക്രിയകൾ ഇതോടൊപ്പം തന്നെ നടന്നു എന്ന രീതിയിലുള്ള ചില സംശയങ്ങളും കഥകളൊക്കെ പ്രചരിക്കുന്നുണ്ടല്ലോ. എന്താണ് പോലീസ് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്? ടോം ചോദിച്ച ചോദ്യം പ്രധാനമാണ്. കാരണം ഈ മർദ്ദനമേറ്റ റാന്നി സ്വദേശിയുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അയാൾ പറയുന്ന ഇവരെ ഈ റാന്നി സ്വദേശിയെ കെട്ടിത്തൂക്കിയിട്ട് മർദ്ദിക്കുന്ന സമയത്ത് ഇരുമ്പ് വടി കൊണ്ട് അടിക്കുന്ന സമയത്ത് രക്തം പുറത്തേക്ക് വരുമ്പോഴൊക്കെ ഈ രശ്മിയും ഈ ജയേഷും വളരെ ആഹ്ലാദപരമായി ചിരിക്കുകയും അട്ടഹസിക്കുകയും ചെയ്യുന്നു എന്നൊരു കാര്യം ഈ റാന്നി സ്വദേശി വ്യക്തമാക്കിയിട്ട് ഒപ്പം ജയേഷിന്റെ മരിച്ചുപോയ അച്ഛൻ ശരീരത്ത് കൂടി ദേഹത്ത് ബാധ കൂടിയ രീതിയിലാണ് ആ സമയത്ത് ആക്രോശിക്കുകയും രശ്മി ഈ ജയേഷിനെ അച്ഛ എന്ന് വിളിക്കുകയൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് റാന്നി സ്വദേശി പറയുന്നത്. വലിയ ഭീകരമായ ഒരു അന്തരീക്ഷമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. മറ്റൊരു വ്യക്തിയായി ജയേഷ് മാറി എന്നുള്ളതാണ് ഈ റാന്നി സ്വദേശി പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് ആഭിചാരക്രിയയുടെ ഒരു രീതിയുണ്ട്, എന്തെങ്കിലും പൂരാഗതിക്ക് വേണ്ടി ഇവരെ കൊലപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണോ എന്നുള്ള കാര്യം കൂടി പോലീസിന് സംശയമുള്ളത്. അതിന് കാരണമായി പറയുന്നത് ഈ റാന്നി സ്വദേശിയായ യുവാവിന്റെ മൊഴിയാണ്. കാരണം വീട്ടിൽ നടക്കുന്ന ഇത്തരം കൃത്യമായ കാര്യങ്ങളിൽ, പൂജ ചെയ്യുന്ന പോലുള്ള കാര്യങ്ങളിൽ രണ്ടുപേരും മറ്റൊരു വ്യക്തികളായി മാറിയ രീതിയിലാണ് അവർ ആ സമയത്ത് ഇവരെ ആക്രമിക്കുമ്പോൾ ഇവരുടെ രീതിയും പ്രവൃത്തിയുമെന്നാണ് ഈ റാന്നി സ്വദേശി വ്യക്തമാക്കിയത്. വളരെ അട്ടഹാസവും കൂടുതൽ വേദനിപ്പിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ആനന്ദം, ഒപ്പം അട്ടഹാസത്തിലുള്ള ചിരി, ഇതെല്ലാം രശ്മി ജയേഷിനെ മർദ്ദിക്കുമ്പോൾ അച്ഛ എന്ന് വിളിക്കുന്നത് അത്തരത്തിൽ ഇവർ ആസ്വദിച്ച് വളരെ മറ്റൊരു ലോകത്ത് നിന്ന് സംസാരിക്കുന്ന പോലെയൊക്കെയാണ് ഈ പ്രതികൾ ചെയ്തതെന്നാണ് റാന്നി സ്വദേശി പോലീസിനോട് മൊഴി നൽകിയിട്ടുള്ളത്. ഒപ്പം നമ്മളും ഈ കാര്യം കഴിഞ്ഞ ദിവസം വിളിച്ച് ചോദിച്ചപ്പോൾ ഇത്തരം കാര്യമാണ് പറയുന്നത്. ഏതായാലും ഒരു ആഭിചാര ക്രിയയാണോ, അത്തരത്തിലൊരു കൊലപാതകം നടത്താനുള്ള ശ്രമമായിരുന്നു എന്നുള്ള കാര്യം കൂടി പോലീസ് എന്തായാലും പരിശോധിക്കുന്നത്. മറ്റൊരു കാര്യം, ഇവർ മൂന്നുപേരും സുഹൃത്തുക്കളാണ്. ജയേഷും റാന്നി സ്വദേശിയും അതുപോലെ തന്നെ ആലപ്പുഴ സ്വദേശിയും സുഹൃത്തുക്കളാണ്. ബാംഗ്ലൂരിൽ ഒരു സ്ഥാപനത്തിലാണ് ഇവർ ജോലി ചെയ്തിട്ടുള്ളത്. അതിന്റെ വെളിച്ചത്തിലാണ് ഇവർ വീട്ടിലെത്തിയത്. പക്ഷേ നിലവിൽ രശ്മിയുടെ ചില ഫോട്ടോകൾ റാന്നി സ്വദേശിയുടെ മൊബൈൽ ഫോണിൽ കണ്ടതാണ് ഈ ജയേഷിനെ പ്രകോപനമാക്കാൻ കാരണം. അങ്ങനെ തന്ത്രപൂർവ്വം വീട്ടിൽ വിളിച്ചു വരുത്തി ജയേഷിനെ മർദ്ദിക്കുകയായിരുന്നു എന്നുള്ള കാര്യം കൂടി ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും രശ്മിയും ജയേഷും ചേർന്നാണ് ഈ രണ്ട് യുവാക്കളെയും മർദ്ദിക്കുന്നത്. ഈ ആലപ്പുഴ സ്വദേശിയായ യുവാവിനെ വീട്ടിലെത്തിച്ച് മർദ്ദിച്ചതിനു ശേഷം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് പറഞ്ഞു. ഇവരെ മർദ്ദിച്ചതിനു ശേഷം ഈ പ്രതികൾ തന്നെയാണ് ഈ രണ്ട് യുവാക്കളെയും തൊട്ടടുത്ത ജംഗ്ഷനിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. എന്തായാലും വളരെ ക്രൂരമായ ഒരു പീഡനം ഈ രണ്ടുപേർക്കും അനുഭവിക്കേണ്ടി വന്നു. സമാനമായ രീതിയിൽ മറ്റാൾക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യം, ഇതേ സമാനമായ രീതിയിൽ ഇത്തരം മർദ്ദനം ഏറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. കാരണം അത് സൈക്കോ മൈൻഡുള്ള, അതായത് മാനസിക വൈകല്യമുള്ള ആളുകളാണ്, അതായത് ഒരു മാനസിക വൈകൃതമുള്ള പ്രതികളാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അത്തരം കാര്യങ്ങൾ, അതായത് അവിചാരക്രിയയാണോ അതോ ഇനിയും അതല്ല ഹണി ട്രാപ്പാണോ മറ്റ് അവിഹിതമാണോ എന്നുള്ള കാര്യങ്ങളിൽ 3 കാര്യങ്ങൾ ഒരു സംശയത്തിന്റെ നിലയിൽ പോലീസിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും അതിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് ഇനിയും ജയേഷിനെ കൃത്യമായി ചോദ്യം ചെയ്യേണ്ടി വരും. ആ ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും, ഒന്നുകൂടെ ചോദ്യം ചെയ്തതിനു ശേഷം കൂടുതൽ മൊഴിയെടുക്കേണ്ടതായി വരും. രണ്ടാമത്തെ കാര്യം, ഈ പ്രതികളെ വീണ്ടും മൊഴിയെടുക്കാനായി പോലീസ് വിളിക്കാൻ തയ്യാറായിട്ടുണ്ട്. ആലപ്പുഴ സ്വദേശിയിൽ നിന്ന് ഓയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പോലീസ് മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണം നടന്നിട്ട് സമാനമായ രീതിയിൽ ഇവർ വീട്ടിൽ വിളിച്ചുകൊണ്ടുവന്ന് യുവാക്കളെ മർദ്ദിച്ച് പണം തട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് അന്വേഷിക്കുകയാണ്. എന്തായാലും ഈ ദൃശ്യങ്ങൾ കിട്ടിയതിനു ശേഷമായിരിക്കും ഇത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് നീങ്ങുക. നിലവിലത്തെ സാഹചര്യത്തിൽ അയൽക്കാർക്ക് പോലും തൊട്ട് വീട്ടിൽ ഈ ജയേഷിന്റെ രശ്മിയുടെയും വീട് ചുറ്റും താമസിക്കുന്ന ആളുകൾക്ക് പോലും ഇവരെ കുറിച്ച് അഭിപ്രായമില്ല എന്നൊരു കാര്യമാണ് വലിയ എടുത്തു പറയേണ്ട കാര്യം. സുഹൃത്തുക്കളായിരുന്നു 3 പേരും എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് റാന്നി സ്വദേശിയും ഈ ആലപ്പുഴ സ്വദേശിയും വ്യക്തമാണ്. ശശി നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ ഹണി ട്രാപ്പ് കേസിൽ കൂടുതൽ പേർ
ഇരകളായിട്ടുണ്ടോ എന്ന സംശയത്തിലാണ് പോലീസ്. മുഖ്യപ്രതിയായിട്ടുള്ള ജയേഷിൻ്റെ ഫോണിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്നാണ് പോലീസ് കണക്കാക്കുന്നത്. കാസർഗോഡ് കരിന്തളത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി വീട്ടമ്മ ജീവനൊടുക്കി. ആ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. സ്പോട്ട് ലൈവ് തുടരുന്നു. ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. കൊല്ലം നിലമേൽ വേക്കലിൽ സ്കൂൾ ബസ് മറിഞ്ഞ് അപകടം. കിളിമാനൂർ പാപ്പാല വിദ്യാജ്യോതി സ്കൂളിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ കുട്ടികളെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നു. വിനീഷ്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എന്താണ് അപകടത്തിന് കാരണം? ഈ പരിക്കേറ്റ കുട്ടികളുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? ടോം, ഏകദേശം ഒരു അല്പസമയം മുന്നെയാണ് ഇത്തരത്തിലുള്ളൊരു അപകടം ഉണ്ടായത്. തട്ടത്തുമല വട്ടപ്പാറ റോഡിലാണ്, കൊല്ലം തിരുവനന്തപുരം ബോർഡറിലാണ് അപകടം ഉണ്ടായത്. വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു. കയറ്റം കയറിയ സമയത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നാണ് ഡ്രൈവർ പോലീസിന് മൊഴി നൽകിയത്. അപകടത്തിൽ കുട്ടികൾക്ക് ആർക്കും തന്നെ പരിക്ക് ഗുരുതരമല്ല, സാരമായ പരിക്കുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഉടൻ തന്നെ നാട്ടുകാരും അതുപോലെ തന്നെ ചടയമംഗലം പോലീസും ഫയർഫോഴ്സും സംഘവും സ്ഥലത്തെത്തിയിരുന്നു. കുട്ടികളെല്ലാം തന്നെ സുരക്ഷിതമായിട്ട് കടക്കൽ താലൂക്ക് ആശുപത്രിയിലും കൊട്ടാരക്കരയിലുമായിട്ട് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെയില്ല. എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. വാഹനത്തിന്റെ തകരാറടക്കം എന്തായിരുന്നു സംഭവിച്ചത് എന്നതടക്കം വാഹനവകുപ്പും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇത് കിളിമാനൂർ വാപ്പാല വിദ്യാജ്യോതി സ്കൂളിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. നിറയെ സ്കൂൾ കുട്ടികൾ ഉണ്ടായിരുന്നു. ഉച്ചവരെ ഇന്ന് സ്കൂളിൽ അവർക്ക് പഠനം ഉണ്ടായിരുന്നുള്ളൂ. ഉച്ച കഴിഞ്ഞ് കുട്ടികളെ അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുന്ന സമയമായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. എന്തായാലും പരിക്ക് ഗുരുതരമല്ല. കേട്ടോ വിനീഷ്, ഈ ആ ദൃശ്യങ്ങൾ കണ്ടാൽ വളരെ ഭയം തോന്നും. കാരണം വലിയൊരു ഉയരത്തിൽ നിന്നാണ് താഴേക്ക് വാഹനം പതിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കാരണം നിയന്ത്രണം വിട്ടുപോയതാണോ ഈ അപകടത്തിന് കാരണമായത്? മാത്രമല്ല, ഈ വാഹനത്തിന് ഫിറ്റ്നസ് ഉണ്ടോ? അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ വിനീഷ്? ടോം, വാഹനവകുപ്പ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നുണ്ട്. വാഹനത്തിന്റെ ഫിറ്റ്നസ് അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. വാഹനത്തിന് ഓടിക്കുന്ന ഡ്രൈവറുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. വാഹനത്തിന് എന്താണ് തകരാറ് സംഭവിച്ചത് അടക്കം വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള നടപടിയിലേക്ക് വാഹനവകുപ്പ് അടക്കം നീങ്ങുന്നുണ്ട്. എന്തായാലും ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് മറ്റ് ആശങ്കപ്പെട്ട കാര്യമില്ല. കുട്ടികൾക്ക് ആർക്കും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. എന്തായാലും കുട്ടികളെ എല്ലാവരും തന്നെ സുരക്ഷിതമായിട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. ഒരു കയറ്റമാണ്. കയറ്റത്ത് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. അങ്ങനെ വാഹനം പുറകിലേക്ക് നിരങ്ങിയിറങ്ങിയാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു താഴ്ചയിലേക്ക് വീണതായിട്ടാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും കുട്ടികളെ ഉടൻ തന്നെ സുരക്ഷിതമായിട്ട് എല്ലാവരെയും സുരക്ഷിതമായിട്ട് തന്നെ മാറ്റിയിട്ടുണ്ട്. അത് വലിയ ആശ്വാസകരമാണ്. കേട്ടോ യെസ്, വ്യക്തമാണ്. അതുതന്നെയാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. കൊല്ലം നിലമേലിൽ ആണ് സ്കൂൾ ബസ് അപകടത്തിൽപ്പെടുന്നത്. പക്ഷേ കുട്ടികളുടെ മറ്റ് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. മറ്റ് വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാത്തത് എന്തായാലും ആശ്വാസകരമായ കാര്യമാണ്. കാസർഗോഡ് കരിന്തളം വടക്കേ പുലിയന്നൂരിൽ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി വീട്ടമ്മ ജീവനൊടുക്കി. വടക്കേ പുലിയന്നൂരിലെ വിജയൻ്റെ ഭാര്യ സവിതയാണ് മരിച്ചത്. ഞാൻ വരാമെന്ന വാട്സാപ്പ് സ്റ്റാറ്റസിന് പിന്നാലെയാണ് യുവതിയെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കെ വി ബൈജു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി.
ബൈജു, ഈ വീട്ടമ്മ ഈ തീ കൊളുത്തി ജീവനൊടുക്കാനുള്ള കാരണം എന്താണ്? കാരണം ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്നു, ഞാൻ വരാമെന്ന് പറഞ്ഞ് വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്നു. മറ്റെന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളാണോ സംഭവത്തിന് പിന്നിൽ? അതെ ടോമേ, ഞാൻ വരാമെന്ന ഒരു വാട്സാപ്പ് സന്ദേശം സ്റ്റാറ്റസ്, അതായത് രാവിലെ 9 മണിയോടുകൂടിയാണ് ഈ വിജയന്റെ ഭാര്യ സവിത ഇത്തരത്തിൽ പോസ്റ്റ് ചെയ്യുന്നത്. അതിന് തൊട്ടു പിന്നാലെ ഈ വീട്ടിൽ നിന്നും വലിയ തോതിൽ തീയും പുകയും ഒക്കെ ഉയരുന്നത് കണ്ടാണ് നാട്ടുകാർ ഈ വീട്ടിലേക്ക് എത്തി അന്വേഷിക്കുന്നത്. അപ്പോഴാണ് ഇത്തരത്തിൽ മരിച്ച കിടക്കുന്ന രീതിയിൽ ഇവർ സവിതയെ കണ്ടെത്തുന്നത്. എന്തായാലും ഇതിന് എന്താണ് ഈ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച ഘടകം എന്നത് പോലീസിന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അത് മാത്രമല്ല, ഞാൻ വരാമെന്ന ഈ സ്റ്റാറ്റസ് കൊണ്ട് എന്താണ് സവിത ഉദ്ദേശിച്ചത്, ഇത് പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ഇവർക്ക് ഒരു മകനും ഒരു മകളുമാണുള്ളത്. ഈ മകൻ രാവിലെ കോളേജിലേക്ക് പോയ സമയത്തായിരുന്നു ഇത്തരത്തിലൊരു ആത്മഹത്യ ഉണ്ടായിരുന്നത്. അതോടൊപ്പം ഇവരുടെ മകൾ വിവാഹം കഴിഞ്ഞ് മറ്റിടത്ത് താമസമാണ്. എന്തായാലും ഇവരൊരു ചീമേനിയിലെ ഒരു കടയിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. എന്താണ് ഇവർക്ക് ഇത്തരത്തിലൊരു പ്രശ്നം, ഇവർക്ക് കുടുംബപരമായ എന്തെങ്കിലും പ്രശ്നമുള്ളതായി നാട്ടുകാർക്ക് അത്തരത്തിൽ വിവരമൊന്നുമില്ല. അങ്ങനെ സാമ്പത്തിക ബാധ്യത എന്തെങ്കിലും ഉണ്ടോ, അത്തരത്തിലും ഒരു വിവരമില്ല. പിന്നെന്താണ് ഈ ഒരു ആത്മഹത്യക്ക് കാരണം എന്നതാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ, അതായത് ഓരോ ദിവസവും ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ബോധവൽക്കരണം ഉൾപ്പെടെ ഉണ്ടാകുമ്പോഴും ആത്മഹത്യകൾ ദിവസവും റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു വേദനാജനകമായ ഒരു അവസ്ഥ തന്നെയാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസമാണ് കുറ്റിക്കോലിൽ ഇത്തരത്തിൽ ഒരു നവവധു വീട്ടിനകത്ത് ആത്മഹത്യ ചെയ്യുന്ന സംഭവം ഉണ്ടായത്. അതിന് തൊട്ട് മുൻപിലായിരുന്നു അമ്പലത്തറയിൽ 4 പേർ, അതായത് അച്ഛനും അമ്മയും 2 മക്കളും ഉൾപ്പെടെ ആസിഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യുന്ന സംഭവം ഉണ്ടായത്. ഇത്തരത്തിൽ ആത്മഹത്യകൾ സമൂഹത്തിൽ പെരുകുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നത്, വളരെ നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് പോലും ജീവൻ എടുക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഇനി കൂടുതൽ ബോധവൽക്കരണം ഉൾപ്പെടെ ഇനി സർക്കാർ തലത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇവരുടെ ഈ സൂചിപ്പിച്ചതുപോലെ ഒരു വർഷം കേരളത്തിൽ 10,000-ത്തിലധികം ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവമുണ്ട്. അതിൽ കൂടുതലും കുടുംബ പ്രശ്നങ്ങളാണ്. ഈ സവിതയുടെ ആത്മഹത്യക്ക് പിന്നിലും കുടുംബ പ്രശ്നം എന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. അങ്ങനെ ഈ സവിതയും ഭർത്താവും തമ്മിൽ പതിവായി ഇത്തരം കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? എന്താണ് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത്? മാത്രമല്ല, ഈ വാട്സപ്പ് സ്റ്റാറ്റസ് കൊണ്ട് അവരെന്തായിരിക്കാം ഉദ്ദേശിച്ചത്? മറ്റോ ആത്മഹത്യക്കുറിപ്പോ മറ്റോ കണ്ടെത്തിയിട്ടുണ്ടോ? അതോ ഈ വാട്സപ്പ് സ്റ്റാറ്റസിലെ അതുവരെ ഉദ്ദേശിച്ചതിൻ്റെ കാരണം എന്താണ്? ഞാൻ വരാമെന്ന് പറയുന്നത് അതാരോടുള്ള, ആർക്കുള്ള മെസ്സേജാണ്? എന്താണ് പോലീസിൻ്റെ ഒരു അനുമാനം? ടോമേ, തീർച്ചയായും ഈ ഒരു ഞാൻ വരാമെന്ന ഇവരുടെ സ്റ്റാറ്റസ് കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുന്നത്. ഇതിലെന്താണ് ഇവർ സൂചന നൽകുന്നത് എന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇവരുടെ മകന്റെ മൊഴി വിശദമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം ഇവരുടെ ഭർത്താവിന്റെ മൊഴിയും രേഖപ്പെടുത്തുന്നുണ്ട്. മകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് മറ്റൊരിടത്താണ് താമസം. മാത്രമല്ല, ഇവർ ഈ കരിന്തളം പഞ്ചായത്ത് എന്ന് പറയുന്ന സ്ഥലത്തെ വലിയ പൊലിയന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരുടെ വീടുള്ളത്. ആ വീട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ചെറിയ ഒരു വീടാണ്. ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളതായി നാട്ടുകാർക്ക് അറിയില്ല. അതോടൊപ്പം ഈ ഭാര്യയും ഭർത്താവും വലിയ പ്രശ്നമുണ്ടാക്കുന്നതോ അത്തരം കാര്യങ്ങളിലൊന്നും ഒരു സൂചന പോലീസിന് ലഭിച്ചിട്ടില്ല. അപ്പോൾ എന്തായിരിക്കാം ഇങ്ങനെ ഒരു ആത്മഹത്യക്ക് കാരണം എന്ന് തന്നെയാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇനി ഇവർ ജോലി ചെയ്യുന്ന സ്ഥലത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതല്ല ഈ ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ, ഇതൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും മറ്റു കാര്യങ്ങളും നടക്കുന്നതിനാൽ തന്നെ ഒരു പക്ഷേ ഇത് വൈകിയേക്കാം, നാളെ ആയിരിക്കാം ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. ഇപ്പോൾ ഇവരുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ ഇപ്പോൾ നടക്കുന്ന ഒരു സമയം തന്നെയാണ്. ഇന്ന് രാവിലെ 10:30 കൂടിയാണ് ഇത്തരത്തിൽ വളരെ വേദനാജനകമായ ഒരു സംഭവം ഉണ്ടായത്. ഈ വീടിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. വലിയ തോതിൽ തീ പുകയും ഈ വീടിന് മുകളിൽ നിന്ന് ഉയരുന്നത് കണ്ടാണ് ഓടിയെത്തുന്നത്. അപ്പോഴേക്കും ഇവരുടെ മരണം സംഭവിച്ചിരുന്നു. മണ്ണെണ്ണ ഒഴിച്ച് ദേഹത്ത് തീ കൊളുത്തി ജീവനൊടുക്കുക എന്നാണ് പ്രാഥമികമായ നിഗമനം പോലീസിന്റെ. അതോടൊപ്പം ഇനി ഏറ്റവും അറിയേണ്ടത് എന്താണ് ഈ സ്റ്റാറ്റസ് കൊണ്ട് ഞാൻ വരാം എന്ന ഈ സ്റ്റാറ്റസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം, ഇത് പ്രധാനമായും പോലീസ് അന്വേഷിക്കേണ്ടതാണ്. നീലേശ്വരം പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വ്യക്തമാണ്. ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. കുടുംബ പ്രശ്നങ്ങളാകാം സവിതയുടെ ആത്മഹത്യക്ക് പിന്നിലെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. തിരുവനന്തപുരം കിളിമാനൂരിൽ 59-കാരൻ വാഹനമിടിച്ച് മരിച്ച കേസിൽ പാറശാല SHO അനിൽകുമാറിനെതിരെ നടപടി. ഇയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. നേരത്തെ അനിൽകുമാറിനെ
കേസിൽ പ്രതി ചേർത്തിരുന്നു. അമിത വേഗത്തിൽ അലക്ഷ്യമായി വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയ ശേഷം നിർത്താതെ പോയതിനാണ് കേസ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പ്രതി അനിൽകുമാർ ഒളിവിലാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുൺ, ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സാധാരണ ജനങ്ങൾക്ക് നൽകുന്നൊരു നിർദ്ദേശമുണ്ട്. ഒരു വാഹനാപകടം ഉണ്ടായാൽ വാഹനം അവിടെ നിർത്തി അവിടെ അപകടത്തിൽ പെടുന്ന ആളുകളെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധതയെങ്കിലും കാണിക്കണമെന്ന്. പക്ഷേ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. ഈ സസ്പെൻഷനപ്പുറം മറ്റെന്തൊക്കെ നിയമ നടപടികൾ ഈ അനിൽകുമാർ, SHO അനിൽകുമാർ നേരിടേണ്ടി വരും? അരുൺ, ടോം സൂചിപ്പിച്ചതുപോലെ അത് തന്നെയാണ് സ്ഥിതി. കാരണം നിയമം പാലിക്കേണ്ടവർ ഇവിടെ പാലിച്ചില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഈ പറയുന്ന 59-കാരനായ വഴിയാത്രക്കാരനായ രാജനെയായിരുന്നു കിളിമാനൂർ വെച്ച് ഈ പറയുന്ന SHO സഞ്ചരിച്ച വാഹനം ഇടിച്ചിട്ട് കടന്നു പോകുന്നത്. തുടർന്ന് മണിക്കൂറുകളോളം ഇദ്ദേഹം റോഡിൽ കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. തുടർന്ന് നാട്ടുകാരും പോലീസും ചേർന്നായിരുന്നു ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. എന്നാൽ ബന്ധുക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയായിരുന്നു വാഹനം കണ്ടെത്തുന്നത്. വാഹനത്തെ തുടർന്നുള്ള അന്വേഷണമാണ് ഈ പറയുന്ന പാറശാല സ്റ്റേഷനിലെ SHO അനിൽകുമാറിലേക്ക് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് ഇത് വകുപ്പ് തല ഒരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നു. പ്രാഥമികമായി ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിന് ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്തിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അലക്ഷ്യമായി വാഹനം ഓടിക്കുകയും അത് വാഹനം നിർത്താതെ പോവുകയും ചെയ്തതിനാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് ജാമ്യമില്ലാത്ത വകുപ്പെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നതും. എന്തായാലും ഇപ്പോൾ അനിൽകുമാർ ഒളിവിലാണെന്നാണ് പറയുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിനോടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം കേസിനെ കൂടുതൽ ഇത്രയും തീർച്ചയായും. പക്ഷേ എന്തുകൊണ്ടാകാം അദ്ദേഹം അവിടെ വാഹനം നിർത്താതെ പോയത്? ഇക്കാര്യം പരിശോധിക്കേണ്ടതാണ്. കാരണം സാധാരണ ഇതിനു മുൻപ് പോലീസ് ഉദ്യോഗസ്ഥർ മദ്യലഹരിയിൽ വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയ സംഭവങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ്. ഇവിടെ അലക്ഷ്യമായിട്ടാണ് വാഹനം ഓടിച്ചതെന്ന് വ്യക്തമാണ്. ഇയാൾ മദ്യലഹരിയിലായിരുന്നു. ഒരുപക്ഷെ ഈ ഒളിവിൽ നിൽക്കുന്നത് ഈ വൈദ്യ പരിശോധന നടത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും പിടിക്കപ്പെടാം. അങ്ങനെ ഒരു സംശയമുണ്ടോ പോലീസിന്? ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഈ കുറ്റക്കാരാണെങ്കിൽ പോലും പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന സമീപനമായിരിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുക. ഇവിടെ ഇദ്ദേഹം ഈ അനിൽകുമാർ മദ്യലഹരിയിലായിരുന്നോ എന്ന സംശയമുണ്ടോ അരുൺ? തീർച്ചയായും എല്ലാവിധ പരിശോധനകളും നടത്തും, എല്ലാവിധ അന്വേഷണങ്ങളും നടത്തുമെന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അറിയുന്നത്. പോലീസുകാർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വിഷയം സമൂഹ മാധ്യമങ്ങളിലും ഒപ്പം ഇത്തരം ഒരു വലിയൊരു വിഷയങ്ങളായതോടുകൂടിയാണ് പോലീസിന് ഈ ഒരു കേസെടുക്കേണ്ട ഒരു സാഹചര്യം എത്തിയത്. എന്തായാലും ഇപ്പോൾ അയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് തന്നെയാണ് ചുമത്തി ഇപ്പോൾ കേസെടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ പ്രതിയെ കസ്റ്റഡിയിലെടുത്താൽ മാത്രമേ കൂടുതൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവിച്ചത്, വാഹനം നിർത്താതെ പോകാനുള്ള കാരണം തുടങ്ങിയവ അന്വേഷിക്കുകയും തുടർന്നുള്ള അന്വേഷണം നടത്തും എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും ദിവസങ്ങൾ, വരും മണിക്കൂറുകൾ ഇദ്ദേഹത്തെ പിടികൂടാൻ കഴിയും, അല്ലെങ്കിൽ അന്വേഷണത്തിലാണ് എന്നുള്ളൊരു ആത്മവിശ്വാസം കൂടി പോലീസ് പറയുന്നുണ്ട്. എന്തായാലും അന്വേഷണത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇയാളുടെ ഒരു ട്രാക്ക് റെക്കോർഡ് കൂടി പരിശോധിക്കേണ്ടതല്ലേ? കാരണം ഇതിനു മുൻപ് ഏതെങ്കിലും കേസുകളിൽ പെട്ടിട്ടുള്ള ഏതെങ്കിലും നടപടികൾ നേരിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് അനിൽകുമാർ? തീർച്ചയായും അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ ഒരു തലത്തിലുള്ള ഒരു പ്രശ്നം നമുക്ക് കിട്ടുന്നില്ല. കാരണം ഇദ്ദേഹത്തെ മുൻപ് ഇത്തരം സമാനമായ കുറ്റകൃത്യങ്ങളിലുള്ള ഒരു വ്യക്തിയല്ല എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആ കാര്യം പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം അത്തരത്തിലൊരു അങ്ങനെ ഒരു കൃത്യം ചെയ്യുന്ന അല്ലെങ്കിൽ മുൻപും ഇത്തരത്തിൽ സമാനമായ സംഭവങ്ങൾ നടത്തിയ ഒരു അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ട ഒരു ആളല്ല എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അതും നമുക്ക് ഒന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും പോലീസ് ഇപ്പോൾ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഈ മണിക്കൂറിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം കേസെടുത്തിട്ടുണ്ട്, അതും ജാമ്യമില്ലാ വകുപ്പ് ആണ്. ഈ പറയുന്ന സാധാരണക്കാരനായ ഒരാളാണ് ഇപ്പോൾ ഇവിടെ മരണപ്പെട്ടത്. അപ്പൊ സ്വാഭാവികമായും അവർക്ക് നീതി ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ് എന്നുള്ള അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും അവർ പക്ഷേ പോലീസ് ഈ ഒരു കേസ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്, അതും ജാമ്യമില്ലാ വകുപ്പ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഉന്നത വൃത്തങ്ങളിൽ നിന്നും നമുക്ക് പറയുന്നത്. അരുൺ, ഇതോടൊപ്പം പുറത്തു വന്നൊരു വിവരം, അതായത് കുറ്റം സമ്മതിച്ചിട്ടുണ്ട് അനിൽകുമാർ ഇക്കാര്യത്തെക്കുറിച്ച്. കാരണം ഇതൊരു അപകടം സംഭവിച്ചു, താൻ നിർത്താതെ പോയെന്ന് പറയുന്നുണ്ട്. ഈ മേലുദ്യോഗസ്ഥരുടെ അനുമതി ഇല്ലാതെയാണ് അന്ന്
ഡ്യൂട്ടി കഴിഞ്ഞ് ഈ പുലർച്ചെ 4 മണിക്ക് അനിൽകുമാർ സ്വന്തം വീട്ടിലേക്കും പോയതും എന്ന രീതിയിലുള്ള ചില വിവരങ്ങളൊക്കെയാണല്ലോ പുറത്തു വരുന്നത്. അത് ഒരു പക്ഷേ അതുകൊണ്ടൊക്കെ ആയിരിക്കുമോ ഇയാൾ വാഹനം നിർത്താതിരുന്നത്? അങ്ങനെ ഒരു കാര്യം വരുന്നുണ്ട്. കാരണം ഇദ്ദേഹം ഈ പറയുന്ന ഡ്യൂട്ടി, കാരണം ഈ അടുത്തിടെയാണ് ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് പാറശാല SHO ആയിട്ട് ഇദ്ദേഹം ചുമതലയെടുക്കുന്നത്. അപ്പോൾ ഈ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് പിറ്റേ ദിവസം വരുന്ന ആഘോഷ പരിപാടികളുണ്ട്, ക്ഷേത്രോത്സവ പരിപാടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ രാവിലെ എത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇദ്ദേഹം വന്നിരുന്നു. അതുകൊണ്ടായിരിക്കാം ഈ പറയുന്ന അപകടം നടന്നപ്പോൾ ശ്രദ്ധിക്കാതെ പോയിരിക്കാം എന്നുള്ളതായിരിക്കാം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറയുന്നത്. പക്ഷേ അതൊന്നും ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം അത് എന്ത് സംഭവിച്ചിരുന്നാലും ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു അപകടം നടന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രഥമ കാര്യം. അത് ചെയ്തില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു കണ്ടെത്തൽ. CCTV ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള കണ്ടെത്തൽ ഈ പ്രതിയിലേക്ക് എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ ഇതിലേക്ക് എത്തിച്ചേരുന്നത് ആ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എന്തായാലും പോലീസ് കേസെടുത്തിട്ടുള്ളത്. എന്തായാലും വരും മണിക്കൂറുകൾ നമുക്ക് ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ എന്താണ് കൂടുതൽ ഇതിൽ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് വ്യക്തത വരൂ. യെസ്, വ്യക്തമാണ്. അരുൺ മോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒരു നിയമം നടപ്പാക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്താണ് ഈ രീതിയിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ളൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മറ്റ് നിയമ നടപടികളുണ്ടാകും. 10 വർഷം വരെയും തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് SHO അനിൽകുമാറിനെതിരെ ചുമത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി പിടിയിൽ. തൃശൂർ അഷ്ടമിച്ചിറ സ്വദേശി ഗൗതം കൃഷ്ണയെയാണ് ഹോസ്ദുർഗ് പോലീസ് ബംഗളൂരുവിൽ നിന്നും പിടികൂടിയത്. ജർമ്മനിയിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ 30ഓളം ചെറുപ്പക്കാരിൽ നിന്നായി ഇയാൾ 60 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഈ കേസിൽ ഗൗതം കൃഷ്ണ മാത്രമാണോ പ്രതിയായിട്ടുള്ളത്? 30ഓളം പേർ ഇയാളുടെ തട്ടിപ്പിന് ഇരയായിട്ടെന്നത് പറയുന്നുണ്ട്. ഈ 30 പേരും ഇയാൾക്കെതിരെ, ഈ ഗൗതമിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നോ? ടോമെ, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട്. ഏറ്റവും ഒടുവിലെ കാസർഗോഡ് ജില്ലയിലാണ് ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തത്. അതായത് ജർമ്മനിയിലേക്ക് ജോലി ഉള്ള വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്ന ഒരു രീതിയാണ്. ഇയാൾക്ക് ഒപ്പം കൂടുതൽ സംഘമുണ്ടോ എന്നതൊക്കെ ബംഗളൂരുവിൽ നിന്നാണ് നമ്മുടെ ഹോസ്ദുർഗ് CI CK സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാൾ പിടികൂടുന്നത്. പോലീസ് പറയുന്നത് ഇയാൾ പ്രധാനമായും ഇത്തരത്തിലുണ്ടാക്കുന്ന പണങ്ങൾ ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിക്കുമായിരുന്നു എന്നാണ്. അതായത് ബംഗളൂരുവിൽ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു ഇയാളെ തൃശൂർ സ്വദേശിയായ ഈ ഗൗതം നേരത്തെയൊക്കെ വലിയ തോതിലുള്ള ഇത്തരത്തിൽ വിസ വാഗ്ദാനം ചെയ്ത് പല രാജ്യങ്ങളിലേക്കും വിസ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ ഒരാളാണ്. എന്തായാലും ഓരോ ദിവസവും ഇത്തരത്തിൽ ഈ വിദേശ രാജ്യങ്ങളിൽ വാഗ്ദാനം നൽകി, ഇത്തരത്തിൽ വിസ വാഗ്ദാനം നൽകി ഓരോ തട്ടിപ്പുകളാണ് വരുന്നത്. അത് വാർത്തയായും ഒരുപാട് വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും വീണ്ടും ഇവർക്ക് ഇത്തരത്തിൽ ഒരു വിശ്വാസയോഗ്യമല്ലാതെ ഉള്ള ആളുകൾക്കും ഇത്തരത്തിൽ പണം കൈമാറുന്നത് തന്നെയാണ് ഇതിൽ പോലീസ് പറയുന്നത്. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും വിസ വാഗ്ദാനമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പണം ഇരട്ടിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞ് ആണെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കി മാത്രം യഥാർത്ഥ ഏജൻസികൾക്ക് മാത്രം പണം കൈമാറുക എന്ന് പോലീസ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നിരന്തരം വരുന്നതാണ്. ഇതിനിടയിലാണ് ഞെട്ടിപ്പിക്കുന്ന ഇത്തരത്തിൽ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നത്. അതായത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 30ഓളം പേരിൽ നിന്ന് 60 ലക്ഷത്തോളം രൂപ പ്രാഥമികമായുള്ള പോലീസ് ഇപ്പോൾ ഇയാൾ ചോദ്യം ചെയ്തതിൽ നിന്ന് കണ്ടെത്തിയാണ്, ഇതുവരെയുള്ള പരാതികളിൽ നിന്ന് കണ്ടെത്തിയാണ്. ഇതിലും കൂടുതൽ പണം പലരുടെയിൽ നിന്നും വാങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പല പോലീസ് സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ കേസുണ്ട്. ഇയാൾ ബാംഗ്ലൂരുവിൽ ഇത്തരത്തിൽ വലിയ ഫ്ളാറ്റും ഒക്കെ വാങ്ങി അവിടെ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു. ഇത് രഹസ്യ വിവരത്തെ തുടർന്ന് ഇതറിഞ്ഞ് സൈബർ പോലീസിനോട് സഹായത്തോടു കൂടിയാണ് ഇയാളെ ഹോസ്ദുർഗ് പോലീസ് പിടികൂടുന്നത്. എന്തായാലും ഇയാളെ കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പോലീസ് പറയുന്നത് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ്. കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടുകൂടി ഇനി ഇയാൾ മറ്റ് പരാതിയുമായി മുന്നോട്ട് വരാത്ത ആളുകളുണ്ടോ, അത്തരം ആളുകളിൽ നിന്ന് പണം ഇയാൾ ഇത്തരത്തിൽ തട്ടിയിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ പോലീസ് കണ്ടെത്തും എന്നതാണ്. ഏതായാലും നിലവിൽ 60 ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയത് ഇയാൾക്കെതിരെ പരാതിയുണ്ട്. അത് വിവിധ പോലീസ് സ്റ്റേഷനുകളിലാണ്. എന്നാലും പോലീസ് കൂടുതൽ
അന്വേഷണം ഈ സംബന്ധം നടക്കുന്നുണ്ട്. ടോം ചോദിച്ചതുപോലെ തന്നെ ഇതിൽ കൂടുതൽ പേർ ഇയാളുടെ സംഘത്തിൽ ഉണ്ടോ എന്ന കാര്യമൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ ഒരാൾ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റിലായതും ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലുമുള്ളത്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ ഇതിന്റെ വലിയ കണ്ണി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഏതായാലും അറിയാൻ കഴിയൂ. ഏതായാലും ഇയാൾ മുഖ്യ പ്രതിയാണ്. തട്ടിപ്പിന്റെ രീതി കാരണം 30 പേരിൽ നിന്ന് 60 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഒരാളിൽ നിന്നും 2 ലക്ഷം രൂപ. ഇതെങ്ങനെയാണ് ആളുകളെ ഏത് രീതിയിലുള്ള ജോലികൾ വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്? ടോമെ, പ്രധാനമായും ഇയാൾ ഈ ഇത്തരത്തിൽ പണം ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 1-2 ലക്ഷം രൂപ ഇതിന് അഡ്വാൻസായി വാങ്ങും. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് മാസങ്ങളോളം ഇത്തരത്തിൽ ഈ ആളുകളെ പറ്റിക്കാൻ സാധിക്കും. കാരണം ആളുകളോട് ഈ ഒരു 6 മാസത്തെ 7 മാസത്തെ അവധിയാണ് പറയുന്നത്. അതിന് ഇടയിൽ ഇത്തരത്തിൽ വിസ നൽകുമെന്നാണ് പറയുന്നത്. പിന്നീട് 1 വർഷമൊക്കെ ആയപ്പോഴും വിസ ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇവർക്ക് സംശയം തോന്നിയതും പിന്നീട് ഇയാളെ സമീപിക്കുകയും ചെയ്തത്. ഇതിനിടയിൽ ഇയാൾ ഇവിടെ നിന്നും മുങ്ങുകയായിരുന്നു. അതോടുകൂടിയാണ് ഈ ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാലും വലിയ തുകയൊക്കെ അഡ്വാൻസ് വാങ്ങുകയും അങ്ങനെ തട്ടിപ്പ് നടത്തിയാൽ വളരെ എളുപ്പം പിടിക്കപ്പെടും എന്നുള്ളതുകൊണ്ടായിരിക്കാം 1 ലക്ഷമോ 2 ലക്ഷമോ, അതായത് ഈ വിസയ്ക്ക് 20 ലക്ഷം 25 ലക്ഷം രൂപയാണ് ഇയാൾ ഇവർക്ക് ഇതിൽ നിന്ന് ഈടാക്കുന്നത്. അതിൽ അഡ്വാൻസായി 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ചോദിച്ചാൽ ഇത്തരത്തിൽ ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ നൽകുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ ഹോം കെയർ വിസയൊക്കെ നമുക്കറിയാം, യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയ തോതിൽ ഈ ഹോം കെയർ വിസയുടെ മറവിലൊക്കെ വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഇവിടെ നിന്നും ഇത്തരത്തിൽ പണം വാങ്ങി അഥവാ വിസ നൽകിയാൽ പോലും അവിടെ എത്തിയാൽ വലിയ ദുരിതമാണ് ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അങ്ങനെ ഈ ഒരു 1 ലക്ഷം 2 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിയതിന് ശേഷം ഇവർക്ക് ഈ പണം വിസയോ അല്ലെങ്കിൽ പണമോ തിരിച്ചു നൽകാതെ ഇയാൾ ഇവിടെ നിന്നും മുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഹോസ്ദുർഗ് പോലീസിൽ ഇതിലൊരു പരാതി വരുന്നതും ഹോസ്ദുർഗ് പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി വിശദമായി പരിശോധന നടക്കുമ്പോഴാണ് ഇയാളുടെ മൊബൈൽ ടവർ ബംഗളൂരു കേന്ദ്രീകരിച്ചു ഉണ്ടെന്ന് അറിയുന്നത്. അങ്ങനെ ഹോസ്ദുർഗ് പോലീസ് സംഘം ബംഗളൂരുവിലെത്തുകയും ഇത്തരത്തിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി ഇയാളെ കണ്ടെത്തുകയുമായിരുന്നു. എന്തായാലും പോലീസ് സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. ഇയാൾ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു. അവിടെ ഇത്തരത്തിൽ പല ആളുകളിൽ നിന്നും വാങ്ങിയ പണങ്ങൾ ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു എന്നാണ്. ഇനി ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രം ഇതിൽ കൂടുതൽ പേരിൽ എത്ര പേരിൽ നിന്ന് ഇനി അധികമായി പണം വാങ്ങിയിട്ടുണ്ട് അത് കേരളത്തിന് തീർച്ചയായും ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത വരും. ബൈജു, തൃശ്ശൂർ സ്വദേശിയാണ് ഗൗതം. ഇത് ഏത് ജില്ല കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും തട്ടിപ്പ് നടത്തിയിരുന്നത്? എത്ര നാളായി ഇയാൾ ഈ വിദേശത്ത് വിസ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുന്നുണ്ട്? പോലീസിന്റെ കണ്ടെത്തൽ എന്താണ്? ടോമെ, 6 മാസത്തിലധികമായി ഇയാൾക്ക് പണം നൽകിയവർ ഒക്കെ ഈ കൂട്ടത്തിലുണ്ട്. പ്രധാനമായി ഇയാൾ പറയുന്നത് 6 മാസം 7 മാസത്തിനകം ഇത്തരത്തിൽ ജോലിയുള്ള വിസ ജർമ്മനിയിൽ നൽകാമെന്നാണ്. അങ്ങനെ വിശ്വസിച്ചാണ് ഇയാൾ പണം തട്ടിയിരുന്നത്. സ്വാഭാവികമായും 1 ലക്ഷമോ 2 ലക്ഷമോ ഇത്തരത്തിൽ അഡ്വാൻസ് കൊടുത്തവർ അതിനുവേണ്ടി കാത്തിരിക്കുന്ന സാഹചര്യമാണ്. കാരണം നമുക്കറിയാം ഈ UK-ലൊക്കെ ഈ നഴ്സിംഗ് വിസ അതല്ലെങ്കിൽ ഇത്തരത്തിൽ ഹോം കെയർ വിസയൊക്കെ 6 മാസമൊക്കെ കാത്തിരിക്കുന്ന സാഹചര്യമുണ്ട്. അത് മുതലെടുത്താണ് ഇയാൾ ഈ തട്ടിപ്പ് നടത്തിയത്. ഏതെങ്കിലും തരത്തിൽ നേരത്തെ ആരെങ്കിലും ഇയാൾ ഈ ജർമ്മനിയിലേക്കോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്കോ ഒന്നും തന്നെ കൊണ്ടുപോയിട്ടില്ല. ഒരു പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ ഇത്തരത്തിൽ പണം കൊടുക്കുന്നവരെയാണ് പോലീസ് പ്രധാനമായും പറയുന്നത്. ഇങ്ങനെയുള്ളവർക്ക് ഈ കൃത്യമായി അന്വേഷിച്ച് ഇതിന്റെ ജെന്യൂനിറ്റി ഒക്കെ കണ്ടെത്തി മാത്രം നിങ്ങൾ പണം കൈമാറുക എന്ന് ആവർത്തിച്ച് പോലീസ് സൈബർ സെല്ലൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം നിരവധി വാർത്തകളാണ് ഓരോ ദിവസവും. സൈബർ തട്ടിപ്പാകട്ടെ അല്ലെങ്കിൽ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പാകട്ടെ, ഇത്തരത്തിൽ വാർത്തകളൊക്കെ വരുമ്പോഴും ഇതൊന്നും ശ്രദ്ധയിൽപ്പെടാതെ ആളുകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. എന്നാലും ഇപ്പോൾ ഈ കേസിൽ കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോലീസ്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ ഈ തട്ടിപ്പ് സംഘത്തിൽ എന്നതും അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ അത്തരം വിവരങ്ങൾ പോലീസിന് ലഭിക്കൂ. അതുകൊണ്ടാണ് ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിപ്പോൾ ഹോസ്ദുർഗ് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. ടോം, യെസ്, വ്യക്തമാണ്. കാസർഗോഡ് നിന്ന് KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി ഗൗതം കൃഷ്ണയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ പിന്നിൽ കൂടുതൽ ആളുകളുണ്ടോ, ഈ കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.